ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിൽ ഇൻവെർട്ടർ ആൻഡ് UPS എന്നുള്ള ടോപ്പിക്കാണ്. അത് കേരള PSC ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൽ വരുന്ന ഒരു പാർട്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസായിട്ട് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇത് കുറച്ച് ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് ആണ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. അതിലൊന്ന് സ്വിച്ചസ് ആണ്, ഒന്ന് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. മൈക്രോ കൺട്രോളറൊക്കെ ശരിക്കും നമ്മൾ സബ് ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മൊബൈൽ ടെക്നോളജിയും അതുപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. ഇൻവെർട്ടർ ആൻഡ് UPS, വേസ്റ്റ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻവെർട്ടർ ആൻഡ് UPSും സ്വിച്ചസും മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. വേസ്റ്റ് ഒക്കെ ജസ്റ്റ് ജനറൽ കോൺസെപ്റ്റ് മാത്രമേ പറയാനുള്ളൂ. ഇതിൽ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ സ്വിച്ചസിലും ഇൻവെർട്ടർ ആൻഡ് UPSിലുമാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി നോക്കാം എന്താണ് UPS ആൻഡ് എന്താണ് ഇൻവെർട്ടർ. സോ UPS ഈസ് ബേസിക്കലി അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇലക്ട്രിക് പവർ ടു ദി എക്യുപ്മെൻറ്റ് ബൈ സപ്ലൈയിങ് പവർ ഫ്രം എ സെപ്പറേറ്റ് സോഴ്സ് വെൻ ദ മെയിൻ പവർ സപ്ലൈ ഈസ് നോട്ട് അവൈലബിൾ. മെയിൻ പവർ സപ്ലൈ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ആയിട്ടാണ് UPS ആക്ട് ചെയ്യുന്നത്. ബേസിക്കലി രണ്ട് ടൈപ്പ് UPS ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൺലൈൻ UPS, സെക്കൻഡ് വൺ ഈസ് ഓഫ്ലൈൻ UPS. സോ എന്താണ് ഓൺലൈൻ UPSും ഓഫ്ലൈൻ UPS നമ്മൾ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓൺലൈൻ UPS ഈസ് ബേസിക്കലി ഇൻവെർട്ടർ പ്രിഫേർഡ് UPS. ഇൻവെർട്ടർ പ്രിഫേർഡ് UPS ആണ് ഓൺലൈൻ UPS. നമുക്കതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ നോക്കുക. സോ ഇനീഷ്യൽ ബ്ലോക്ക് ഈസ് എ റെക്ടിഫയർ പ്ലസ് ചാർജർ. So what is generally a rectifier? A rectifier is a device which converts AC to DC, right? So AC DC ആക്കി മാറ്റുന്ന ഒരു ബ്ലോക്കാണ് ഇനീഷ്യലി ഓൺലൈൻ UPS യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഇൻവെർട്ടർ പ്ലസ് ബാറ്ററി. സോ ഇൻവെർട്ടർ പ്ലസ് ബാറ്ററി ആണ് സെക്കൻഡ് ബ്ലോക്ക്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻവെർട്ടർ? ഇൻവെർട്ടർ ഈസ് ജനറലി കൺവേർട്ട് DC to AC. സോ ഇവിടെ ആദ്യം AC to DC, DC to AC കൺവേർഷനാണ് നടക്കുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്വിച്ചസ്. വൺ ഈസ് UPS സ്റ്റാറ്റിക് സ്വിച്ച്, വൺ ഈസ് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച്. UPS സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓൺ സ്വിച്ചും മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓഫ് സ്വിച്ചുമാണ്. നെക്സ്റ്റ് വി ഹാവ് എ ക്രിട്ടിക്കൽ ലോഡ്. അപ്പോൾ നമുക്ക് മൂന്ന് കണ്ടീഷനാണ് നമുക്ക് ഓപ്പറേഷനായിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, വെൻ മെയിൻ ഈസ് ഓൺ, മെയിൻ പവർ സപ്ലൈ ഓൺ ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഓൺലൈൻ UPS വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് മെയിൻ ഈസ് ഓഫ്, മെയിനിൽ അല്ലെങ്കിൽ മെയിൻ സപ്ലൈ ഓഫ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഓൺലൈൻ UPS വർക്ക് ചെയ്യുന്നത്. തേർഡ് കണ്ടീഷൻ ഈസ് വെൻ UPS ഈസ് ഫെയിൽഡ്. UPS ഫെയിൽഡ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഓൺലൈൻ UPS വർക്ക് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരികയെന്ന്. ഓക്കെ, സോ ഇതായിരുന്നു എക്സാക്ട്ലി നമ്മളെ ഓൺലൈൻ UPSൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. സോ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൺലൈൻ UPSൽ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് കണ്ടീഷൻ റെക്ടിഫയർ പ്ലസ് ചാർജറാണ് ആദ്യം വരുന്നത് അല്ലേ. സോ റെക്ടിഫയർ പ്ലസ് ചാർജർ ജനറലി ഹാവ് AC ഇൻപുട്ട് വിച്ച് കൺവേർട്ട് AC ടു DC സിഗ്നൽ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. മെയിൻ സപ്ലൈ ഉള്ള സമയത്ത് ആദ്യം റെക്ടിഫയർ പ്ലസ് ചാർജർ ആക്ടിവേറ്റ് ആവും, AC ടു DC കൺവേർഷൻ നടക്കും. ഇൻവെർട്ടറിൽ നിന്നൊരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിലേക്ക് ഉണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. മെയിൻ സപ്ലൈ ഉള്ളപ്പോൾ ആദ്യം നടക്കുന്ന പ്രോസസ്സ് ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ചാർജ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഇൻവെർട്ടർ UPS സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓൺ ആണല്ലോ. ഓൺ ആയതുകൊണ്ട് തന്നെ ഈ UPS സ്റ്റാറ്റിക് സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ക്രിട്ടിക്കൽ ലോഡിലേക്ക് എത്തും. അപ്പോൾ അറ്റ് എ ടൈം മെയിൻ പവർ സപ്ലൈ അവൈലബിൾ ആവുന്ന സമയത്ത് രണ്ട് കോൺസെപ്റ്റ് നടക്കും. ഒന്ന് ബാറ്ററി ചാർജ് ആവും, അതുപോലെ UPS സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓൺ ആവും. ഓൺ ആയതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ലോഡിലേക്ക് നമ്മുടെ പവർ എത്തും. ഇതാണ് ജനറലി നടക്കുന്നത് ഏത് കണ്ടീഷനിൽ? വെൻ മെയിൻ ഈസ് ഓൺ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്ക്. വെൻ മെയിൻ ഈസ് ഓൺ, the main signal is converted to DC rectifier plus charger. The DC signal charges the battery and given to the inverter. Output of the inverter is given to the load. Normally on switch is on. അപ്പോൾ നിങ്ങൾ നോക്ക്, മെയിൻ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജർ ബാറ്ററി ചാർജ് ചെയ്തു,
ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ പോയി, ലോഡ് ആക്ടിവേറ്റ് ആയി. ദിസ് ഇസ് കണ്ടീഷൻ നമ്പർ 1, ദറ്റ് ഈസ് വെൻ മെയിൻ ഈസ് ഓൺ. സോ രണ്ടാമത്തെ കണ്ടീഷനാണ് മെയിൻ ഓഫ് ആവുന്ന കണ്ടീഷൻ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മെയിൻ സപ്ലൈ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പ്രോസസ്സ് ആവും നടക്കുക? മെയിൻ സപ്ലൈ ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വളരെ ക്ലിയർ ആണ്, ഈ ഒരു സപ്ലൈ ഇല്ല അല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാറ്ററിയാണ് ആദ്യം ആക്ടിവേറ്റ് ആവുക. ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി ആയിരുന്നു, ആക്ടിവേറ്റ് ആയി, ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ പോയി. സോ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എങ്ങോട്ടേക്ക് എത്തും? ക്രിട്ടിക്കൽ ലോഡിലേക്ക് എത്തും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, മെയിൻ ഈസ് നോട്ട് പ്രസൻറ്റ്, ബാറ്ററി വിൽ ബി ആക്ടിവേറ്റഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് പറയാം? നമ്മളിതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ കണ്ടീഷൻ നമ്പർ 2 നമുക്ക് വരുന്ന എന്താണ്? ജനറലി മെയിൻ ഓഫ് ആവുന്ന സമയത്ത് ബാറ്ററി പ്രൊവൈഡ് ദി ബാക്കപ്പ്, ഇൻവെർട്ടർ കൺവേർട്ട് DC to AC, ഔട്ട്പുട്ട് ഓഫ് ദി ഇൻവെർട്ടർ ഇസ് ഗിവൺ ടു ദി ക്രിട്ടിക്കൽ ലോഡ്, നോർമലി ഓൺ സ്വിച്ച് ഈസ് ഓൺ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, റെക്ടിഫയർ പ്ലസ് ചാർജർ എന്നുള്ള ബ്ലോക്കില്ല, ബാറ്ററി ആണ് വരുന്നത്. ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ വരും, ഇൻവെർട്ടറിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ട് വരും? ലോഡിലേക്ക് വരും. അപ്പോൾ ബാറ്ററിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ കണ്ടീഷനാണ് ദ കണ്ടീഷൻ നമ്പർ 3, വെൻ UPS ഈസ് ഫെയിൽഡ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ UPS ഫെയിൽഡ് ആവുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? എന്താണ് UPS ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? UPS ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ജനറലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? മെയിൻ സപ്ലൈയിൽ നിന്ന് ഈ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് വഴി കണക്ഷൻ എങ്ങോട്ടെത്തും? ക്രിട്ടിക്കൽ ലോഡിലെത്തും. ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, നോർമലി ഓഫ് ആവുന്ന സ്വിച്ച് ഓണും നോർമലി ഓൺ ആയിരിക്കുന്ന സ്വിച്ച് ഓഫും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നോർമലി ഓഫ് ആയിരിക്കുന്ന സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മെയിൻ സപ്ലൈ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് വഴി എങ്ങോട്ടെത്തും? ക്രിട്ടിക്കൽ ലോഡിലേക്ക് എത്തും. അപ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ നോക്ക്, നമുക്ക് കറക്റ്റായിട്ട് പറയാം. സോ കണ്ടീഷൻ നമ്പർ 3 അല്ലെങ്കിൽ മോഡ് 3 എന്ന് പറയുന്നത് UPS ഫെയിൽഡ് ആണ്. സ്വിച്ചസ് ഗെറ്റ് ട്രിഗേർഡ്, ദാറ്റ് ഈസ് നോർമലി ഓൺ സ്വിച്ച് വിൽ ബിക്കം ഓഫ് സ്വിച്ച്, നോർമലി ഓഫ് സ്വിച്ച് വിൽ ബിക്കം ഓൺ സ്വിച്ച്. ദ മെയിൻ ഈസ് ഗിവിങ് സിഗ്നൽ ടു ദി ക്രിട്ടിക്കൽ ലോഡ്, റൈറ്റ്. ഇത്രയും പ്രോസസ്സുകളാണ് ജനറലി എന്തിൽ നടക്കുക? UPS ഫെയിൽഡ് ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? സോ ഓൺലൈൻ UPSൽ ഇനി പറയാനുള്ളത്, ഓൺലൈൻ UPSൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് ആണ്. പവർ റേറ്റിംഗ് 1 kW/h KVA, 2 kVA or 5 kVA, 3 പവർ റേറ്റിംഗ് ആണ് ഇതിൽ പറയുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 230 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 0.5 വോൾട്ട്. എന്താണ് 230 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 0.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ? 230 വോൾട്ടിൽ നിന്ന് 0.5 വോൾട്ട് റെഡ്യൂസ് ചെയ്യാം, 230 വോൾട്ടിൽ നിന്ന് 0.5 വോൾട്ട് ഇൻക്രീസ് ചെയ്യാം. ഔട്ട്പുട്ട് ഫ്രീക്വൻസി വിൽ ബി 50 Hz പ്ലസ് ഓർ മൈനസ് 2 Hz. ഇൻപുട്ട് വോൾട്ടേജ് വിൽ ബി ബിറ്റ്വീൻ 190 to 260 വോൾട്ട്. പവർ ഫാക്ടർ ഈസ് ബേസിക്കലി ഗ്രേറ്റർ ദാൻ 0.8 ബിക്കോസ് ഓഫ് ഇൻഡക്റ്റീവ് ലോഡ്. ബാക്കപ്പ് ടൈം ഈസ് 30 minutes to 4 hours. Harmonic distortion is less than 5%. Efficiency is 85%. There are 3 protection circuits which are over voltage, under cutoff and over current circuits. ഇത്രയാണ് ഓൺലൈൻ UPSൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. 3 കണ്ടീഷൻ. നെക്സ്റ്റ് ഓഫ്ലൈൻ UPS. ഓഫ്ലൈൻ UPS സ്റ്റാർട്ട് ഫങ്ഷനിങ് ഓൺലി ഇൻ ഈവൻ പവർ ഫെയിലിയർ. പവർ ഫെയിലിയർ വരുന്ന സമയത്ത് മാത്രമാണ് ഓഫ്ലൈൻ UPS ആക്റ്റീവ് ആവുക. നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം. The block diagram is exactly similar to online UPS except some changes. So നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ബ്ലോക്ക് റെക്ടിഫയർ പ്ലസ് ചാർജർ തന്നെ, ഇൻവെർട്ടർ, ബാറ്ററി, UPS സ്റ്റാറ്റിക് സ്വിച്ച്, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച്. The only difference is that in case of UPS static switch it is basically off switch and main static switch is basically on switch. നേരത്തെ കേസിൽ ഓൺലൈൻ UPSൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. പിന്നെ നമ്മൾ ഫൈനലി ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 കണ്ടീഷൻസാണ് പറയാനുള്ളത്. വെൻ ദ മെയിൻ പവർ സപ്ലൈ ഈസ് അവൈലബിൾ, വെൻ ദ മെയിൻ പവർ സപ്ലൈ ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും മെയിൻ പവർ സപ്ലൈ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ 2 പ്രോസസ്സ് നടക്കും. ഒന്ന്, റെക്ടിഫയർ പ്ലസ് ചാർജർ വഴി നമ്മുടെ ബാറ്ററി എന്താവും? ചാർജ് ആവും. അതുപോലെ മെയിൻ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ നോർമൽ സ്റ്റാറ്റിക് സ്വിച്ച് വഴി കണക്ഷൻ ക്രിട്ടിക്കൽ ലോഡിലേക്ക് എത്തും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നോർമലി ഓൺ കണ്ടീഷനിൽ UPS എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. UPS സ്റ്റാറ്റിക് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ 2 പ്രോസസ്സ് നടക്കും. ബാറ്ററി ചാർജ് ആവും, മെയിനിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടെത്തും? ക്രിട്ടിക്കൽ ലോഡിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ജനറലി എങ്ങനെ പറയാം? നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം അതിൻ്റെ വർക്കിംഗ്. ഓഫ്ലൈൻ UPSൻ്റെ മോഡ് 1, മെയിൻ ഈസ് ഓൺ,
നോർമലി ഓൺ സ്വിച്ച് ഓൺ ആയിരിക്കും, നോർമലി ഓഫ് ആയിരിക്കുന്ന സ്വിച്ച് ഓഫ് ആയിരിക്കും. മെയിൻ ഈസ് ഡെലിവറിങ് സിഗ്നൽ ടു ദി ലോഡ്, ബാറ്ററി ഈസ് ചാർജിങ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഫിഗർ നോക്കുക. ആദ്യം എന്താണ്, റെക്ടിഫയർ പ്ലസ് ചാർജർ വഴി ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. അതുപോലെ നേരിട്ട് മെയിൻ സപ്ലൈയിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ലോഡിലേക്ക് എത്തുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സുകളാണ് ബേസിക്കലി എന്തിൽ നടക്കുക, അതായത് മെയിൻ സപ്ലൈ ഉണ്ടെങ്കിൽ നടക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വെൻ മെയിൻ സപ്ലൈ ഈസ് നോട്ട് അവൈലബിൾ, എന്താവും സംഭവിക്കുക? മെയിൻ സപ്ലൈ അവൈലബിൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയാം. ഓൾറെഡി മെയിൻ സപ്ലൈ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. ബാറ്ററി ഓൾറെഡി ചാർജ് ചെയ്തു. നോർമലി ഓഫ് ആവുന്ന സ്വിച്ച് നോർമലി ഓൺ ആവും, നോർമലി ഓൺ ആവുന്ന സ്വിച്ച് നോർമലി എന്താവും, ഓഫ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാറ്ററിയിൽ നിന്ന് നോർമലി ഓൺ സ്വിച്ച് വഴി ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ഷൻ എത്തും. അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം? നിങ്ങൾ നോക്കുക, പവർ സപ്ലൈ ഇല്ലാത്ത സമയത്ത് മെയിൻ ഈസ് ആബ്സെൻറ്റ്, നോർമലി ഓൺ സ്വിച്ച് ഈസ് ഓഫ് ആൻഡ് നോർമലി ഓഫ് സ്വിച്ച് ഈസ് ഓൺ. കറക്റ്റ് അല്ലേ? ആ സ്വിച്ച് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ബാറ്ററി ഈസ് ഡെലിവറിങ് സിഗ്നൽ ടു ദി ലോഡ്, ബാറ്ററിയിൽ നിന്നാണ് ലോഡിലേക്ക് സിഗ്നൽ വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി മെയിൻ പവർ സപ്ലൈ ഇല്ലാത്ത സമയത്ത് വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. റൈറ്റ്? സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. റൈറ്റ്? ഇനി നമുക്ക് എന്ത് പറയാം, ഓഫ്ലൈൻ യു പി എസിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് പറയാം. സോ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പവർ റേറ്റിംഗ് 1 kVA ആൻഡ് 2 kVA. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി, രണ്ട് കേസിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് മെയിൻ്റെ കേസിലും മെയിൻ ഓൺ ആവുന്ന കേസിലും യു പി എസ് ഓൺ ആവുന്ന കേസിലും. മെയിൻ ഓൺ ആവുന്ന സമയത്ത് 230 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 5%, യു പി എസ് ഓൺ ആവുന്ന സമയത്ത് 230 വോൾട്ട് പ്ലസ് ഓർ മൈനസ് 0.5%. ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ സ്പെസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് ഫ്രീക്വൻസി നോക്കാം. മെയിൻ്റെ കേസിൽ മെയിൻ ഓൺ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് പ്ലസ് ഓർ മൈനസ് 3%, യു പി എസ് ഓൺ ആവുന്ന സമയത്ത് 50 ഹെർട്സ് പ്ലസ് ഓർ മൈനസ് 2 ഹെർട്സ്. ഇതാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഇൻപുട്ട് വോൾട്ടേജ് നോക്കുക. 24, 78, 72 ആൻഡ് 42 VAH ആണ് ബാറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ്. ടൈം ടു ചാർജ് എ ബാറ്ററി 3 to 4 hours ആണ് ചാർജിങ് ടൈം. ബാക്കപ്പ് ടൈം വിൽ ബി 30 minutes. ട്രാൻസിഷൻ ടൈം. സോ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസിഷൻ ടൈം? ട്രാൻസിഷൻ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിഷൻ ടൈം എന്ന് പറഞ്ഞാൽ ജനറലി ഓൺ ആവുന്ന സ്വിച്ച് ഓഫ് ആവാനും ഓഫ് ആവുന്ന സ്വിച്ച് ഓൺ ആവാനും എടുക്കുന്ന സമയമാണ് ട്രാൻസിഷൻ ടൈം. ഇറ്റ് വിൽ ബി 5 millisecond. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസിഷൻ ടൈം. ഹാർമോണിക് ഡിസ്റ്റോർഷൻ വിൽ ബി ലെസ് ദാൻ 5%. എഫിഷ്യൻസി വിൽ ബി 85%. ആൻഡ് ദർ ആർ 3 പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ് ആർ യൂസ്ഡ്. ദാറ്റ് ഈസ് 3 പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കാം. മെയിൻസ്, ഓവർ വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ലോ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട്. ഇതിനൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എക്സ്റ്റേണലി യൂസ് ചെയ്യും. റൈറ്റ്? ഇതാണ് ഓഫ്ലൈൻ യു പി എസിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻ. ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ആണ് പറയാനുള്ളത്. ഓൺലൈൻ യു പി എസ് ആർ ബേസിക്കലി യൂസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് സച്ച് ആസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് പോലുള്ള എല്ലാ മോട്ടോഴ്സിലും നമ്മൾ ഓൺലൈൻ യു പി എസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ICU, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ യു പി എസ് ആണ്. ഓഫ്ലൈൻ യു പി എസ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ, പ്രിൻ്റർ, സ്കാനർ, എമർജൻസി പവർ സപ്ലൈസ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് അപ്ലിക്കേഷൻസ് അതിൻ്റെ കമ്പാരിസൺ പറയുമ്പോൾ നമുക്ക് പറയാം അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. സോ നിങ്ങൾ ബേസിക് കമ്പാരിസൺസ് പഠിക്കുക ഓൺലൈൻ യു പി എസിൻ്റെയും ഓഫ്ലൈൻ യു പി എസിൻ്റെയും. നമുക്കിനെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്, ഞാനൊരു ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? ഇൻവെർട്ടർ ഇൻ കേസ് ഓഫ് ഓൺലൈൻ യു പി എസ് ഇറ്റ് ഈസ് ഓൾവേസ് ഓൺ. ഇൻ കേസ് ഓഫ് ഓഫ്ലൈൻ യു പി എസ് ഇറ്റ് ടേൺസ് ഓൺ വെൻ മെയിൻ ഫെയിൽസ്. മെയിൻ ഫെയിൽ ആവുന്ന സമയത്ത് മാത്രമേ ഇൻവെർട്ടർ ആക്റ്റീവ് ആവുള്ളൂ ഓഫ്ലൈൻ യു പി എസിൽ. പക്ഷേ ഓൺലൈൻ യു പി എസിൽ എപ്പോഴും ഇൻവെർട്ടർ ഓൺ ആയിരിക്കും. റെക്ടിഫയർ കം ചാർജർ. എന്താണ് റെക്ടിഫയർ കം ചാർജർ? വിച്ച് സപ്ലൈസ് പവർ ടു ഇൻവെർട്ടർ ആസ് വെൽ ആസ് ചാർജസ് ദി ബാറ്ററി. ഒരേ സമയം ബാറ്ററിയെ ചാർജ് ചെയ്യും, അതുപോലെ ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ കൊടുക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ഓഫ്ലൈൻ യു പി എസ് ഇറ്റ് ഓൺലി ചാർജസ് ദി ബാറ്ററി. അടുത്താണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം ഓൺലൈൻ യു പി എസിൽ സൈൻ വേവും ഓഫ്ലൈൻ യു പി എസിൽ ക്വാസി സ്ക്വയർ വേവുമാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഹാർമോണിക് ഡിസ്റ്റോർഷൻ. ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഈസ് ലോ ഇൻ കേസ് ഓഫ് ഓൺലൈൻ യു പി എസ്, high in case of offline UPS. Efficiency will be
low in case of online UPS, high in case of offline UPS. Load will be isolated from supply, not isolated from supply. കോസ്റ്റ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ യു പി എസ് ഹൈ കോസ്റ്റും ഓഫ്ലൈൻ യു പി എസ് ലോ കോസ്റ്റുമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ഡിഫറൻസ്, കമ്പാരിസൺ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ യു പി എസ് ആൻഡ് ഇൻവെർട്ടർ. ഇത് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. യു പി എസ് എന്താണ്, ഇൻവെർട്ടർ എന്താണ്. സോ ഓൾറെഡി ഇൻവെർട്ടർ സർക്യൂട്ട് നമ്മൾ യു പി എസിൽ യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതിൻ്റെ 10 പാരാമീറ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഡിവൈസ് വിച്ച് ഇൻസ്റ്റൻ്റ്ലി ബാക്കപ്പ് ദി പവർ സപ്ലൈ ഫോർ ദി ഗാഡ്ജറ്റ്. അത് വളരെ ക്വിക്കായിട്ട് തന്നെ പവർ മെയിൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഡിവൈസിലേക്ക് പവർ സപ്ലൈ എത്തിക്കാനാണ് യു പി എസ് യൂസ് ചെയ്യുന്നത്. ഇൻവെർട്ടർ കൺസിസ്റ്റ് ഓഫ് സർക്യൂട്ടറി വിച്ച് കൺവേർട്ട് എ സി ടു ഡി സി ആൻഡ് സ്റ്റോർ ഇൻ ദി ബാറ്ററി വെൻ പവർ സപ്ലൈസ് ഗോസ് ഓഫ്. That DC power is converted back to AC. It is transmitted to the respective electric card. വളരെ ക്ലിയർ ആണ്. ഇവിടെ എ സി ടു ഡി സി കൺവേർഷൻ നടക്കുന്നത് റെക്ടിഫയറിൽ, ഡി സി ടു എ സി കൺവേർഷൻ നടക്കുന്നുണ്ട് ഇൻവെർട്ടറിൽ. അപ്പോൾ രണ്ട് പ്രോസസ്സ് ഒരേ സമയം നടക്കുന്നതാണ് ഇൻവെർട്ടർ. ബാക്കപ്പ് ടൈം ഓർത്ത് വയ്ക്കുക. പവർ ബാക്കപ്പ് ഓൺ ഷോർട്ട് ഡ്യൂറേഷൻ, പവർ ബാക്കപ്പ് ഫോർ ലോങ് ഡ്യൂറേഷൻ. ഷോർട്ട് ഡ്യൂറേഷനാണ് യൂസ് ചെയ്യുന്നത്, ലോങ് ഡ്യൂറേഷനാണ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ യു പി എസ്, സ്ക്വയർ, ക്വാസി വേവ് ആൻഡ് സൈൻ വേവ് ഇൻ കേസ് ഓഫ് ഇൻവെർട്ടർ. മെയിൻ പാർട്ട് നോക്കുകയാണെങ്കിൽ റെക്ടിഫയർ, ഇൻവെർട്ടർ ആൻഡ് കൺട്രോളർ. ഇവിടെ ഇൻവെർട്ടർ ആൻഡ് കൺട്രോളർ മാത്രമേ ഉള്ളൂ. സ്വിച്ച് ഓവർ ടൈം. സ്വിച്ച് ഓവർ ടൈം നമ്മൾ പറഞ്ഞു ഓൺ സ്വിച്ച് ഓഫ് ആവാനും ഓഫ് സ്വിച്ച് ഓൺ ആവാനും എടുക്കുന്ന സമയം 3 to 8 മില്ലി സെക്കൻഡ്, ഇവിടെ 500 മില്ലി സെക്കൻഡ്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. വൈൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇൻ ദി ഇൻപുട്ട് സപ്ലൈ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ UPS. The output voltage are decided to be smooth as possible. Voltage fluctuation വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും യു പി എസിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻവെർട്ടർ ഇറ്റ് ഡസ് നോട്ട് ഗീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഇൻവെർട്ടറിൻ്റെ കേസിൽ, റൈറ്റ്. സോ നെക്സ്റ്റ് ആണ് സർക്യൂട്ട് സോഫിസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് കോംപ്ലക്സിറ്റി. യു പി എസ് സർക്യൂട്ട് ഈസ് ഫാർ മോർ കോംപ്ലക്സ് ദാൻ ഇൻവെർട്ടർ, ബട്ട് ഇൻവെർട്ടർ ഈസ് സിമ്പിൾ ദാൻ യു പി എസ്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ യു പി എസ് ഈസ് മോർ എക്സ്പെൻസീവ്, ഇൻവെർട്ടർ ഈസ് ലെസ് എക്സ്പെൻസീവ്. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ കുറേ അപ്ലിക്കേഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സെർവർ, നെറ്റ്വർക്ക് സ്വിച്ചസ്, വർക്ക് സ്റ്റേഷൻ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് വിച്ച് പെർഫോം ക്രിട്ടിക്കൽ ടാസ്ക് ആൻഡ് കനോട്ട് ടോളറേറ്റ് ഡിലേ ഇൻ പവർ സപ്ലൈ. ഡിലേ വരാത്ത എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യു പി എസ് യൂസ് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻവെർട്ടർ ദീസ് ആർ പ്രിഫേർഡ് മോർ ഫോർ ജനറൽ ഇലക്ട്രിക് ആപ്ലിക്കേഷൻ which work does not affect by extended delay in supply. ഡിലേ വരാവുന്ന കേസസിൽ നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാം, റൈറ്റ്. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ് ആണ്. യു പി എസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വോൾട്ടേജ് സ്പൈക്ക്, വോൾട്ടേജ് ഡ്രോപ്പ്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് മെയിൻ ഫ്രീക്വൻസി ആൻഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ. ഇത്രയും കാര്യത്തിന് നമ്മൾ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻവെർട്ടർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് അഗെയിൻസ്റ്റ് ലൈൻ അബ്നോർമാലിറ്റീസ്. ലൈൻ അബ്നോർമാലിറ്റീസിക്ക് അടിസ്ഥാനമായിട്ട് ഒരൊറ്റ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് പോലും ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് മെയിൻ ഡിഫറൻസുകൾ 10 പോയിന്റുകൾ ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമുക്കിതിൽ ലാസ്റ്റ് പഠിക്കാനുള്ളത് സെലക്ഷൻ ഓഫ് ബാറ്ററി ആൻഡ് AH റേറ്റിംഗ് ആണ്. സോ സെലക്ഷൻ ഓഫ് ബാറ്ററി സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാറ്ററി സെലക്ട് ചെയ്യുന്നത് ഇൻവെർട്ടറിലും യു പി എസിലും, റൈറ്റ്. സോ വൈൽ ഡിസൈനിങ് യു പി എസ് സിസ്റ്റം, സെലക്ഷൻ ഓഫ് ബാറ്ററി ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട്. ദ ബാറ്ററി ഹാസ് ടു പ്രൊവൈഡ് എസ്റ്റിമേറ്റഡ് ബാക്കപ്പ് ആൻഡ് ഷുഡ് ബി ചാർജ്ഡ് പ്രോപ്പർലി. സോ നിങ്ങൾ നോക്കുക, ഒരു പാരാമീറ്റർ പറയുന്നുണ്ട് AH റേറ്റിംഗ്. AH എന്ന് പറഞ്ഞാൽ ആംബിയർ അവർ ആണ്. AH എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് കറണ്ട് ക്യാൻ സപ്ലൈ ഫോർ 1 hour. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 hourൽ എത്ര കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നതാണ് AH റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 80 AH എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദ ബാറ്ററി വിൽ സപ്ലൈ 80 ആംബിയർ ഫോർ 1 hour. AH റേറ്റിംഗ് ഓർത്ത് വയ്ക്കുക. AH റേറ്റിങ്ങിൻ്റെ യൂണിറ്റ് അത് എങ്ങനെയാണ് ഇതിന് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക, ഓക്കെ. അടുത്ത എഫിഷ്യൻസി ഓഫ് ബാറ്ററി. നമ്മൾ ഇൻവെർട്ടറിലും യു പി എസിലും യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ എഫിഷ്യൻസിയാണ്. ഫസ്റ്റ് എഫിഷ്യൻസിയാണ് AH എഫിഷ്യൻസി, ആംബിയർ അവർ എഫിഷ്യൻസി, അല്ലേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് AH ടേക്കൺ ഫ്രം ബാറ്ററി വെൽ ഡിസ്ചാർജിങ് ടു AH ഗിവൺ ടു ദി ബാറ്ററി വെൽ ചാർജിങ്. വളരെ ക്ലിയർ ആണ്. ഡിസ്ചാർജിങ് ബൈ ചാർജിങ്, ആംബിയർ അവർ AH കിട്ടി, AH ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും വളരെ ക്ലിയർ ആണ്. ഡിസ്ചാർജിങ് 90ഉം ചാർജിങ്, അപ്പോൾ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങിൻ്റെയും റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, AH എഫിഷ്യൻസി കണ്ടുപിടിക്കാം, റൈറ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. അടുത്ത പോയിൻ്റാണ് നിങ്ങൾ നോക്കുക,
WH എഫിഷ്യൻസി. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ജനറലി AH റേറ്റിംഗ് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 90 to 95%. 90 to 95% ആണ് ബേസിക്കലി എന്ത് വരിക, AH എഫിഷ്യൻസി വരിക. WH എഫിഷ്യൻസിൻ്റെ കേസിൽ എങ്ങനെയാവും? WH എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എനർജി ഒബ്റ്റെയിൻ ഫ്രം എ ബാറ്ററി വൈൽ ഡിസ്ചാർജിങ്, എനർജി ഗിവൺ ടു ദി ബാറ്ററി വൈൽ ചാർജിങ്. അപ്പോൾ എനർജി പാരാമീറ്റേഴ്സിലാണ് WH എഫിഷ്യൻസി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇറ്റ് വേരീസ് ഫ്രം 70 to 80%. മറ്റേ എത്രയായിരുന്നു? 90 to 95% ആയിരുന്നു. സോ WH എഫിഷ്യൻസി വിൽ ബി എനർജി ഡിസ്ചാർജിങ് ബൈ എനർജി ചാർജിങ്. സോ എനർജി നമുക്ക് എങ്ങനെ എഴുതാം? AH ഇൻറ്റു ആവറേജ് വോൾട്ടേജ് എന്ന് എഴുതാം. AH ഡിസ്ചാർജിങ് ഇൻറ്റു ആവറേജ് വോൾട്ടേജ് ഡിസ്ചാർജിങ് ഡിവൈഡഡ് ബൈ AH ചാർജിങ് ഇൻറ്റു ആവറേജ് വോൾട്ടേജ് ചാർജിങ്. അപ്പോൾ ഒന്നുമില്ല, എനർജി ഡിസ്ചാർജിങ്ങിനെ ഞാൻ AH ഇൻറ്റു വോൾട്ടേജ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു എനർജിയെ. അതുപോലെ ചാർജിങ്ങിനെ AH ചാർജിങ് ഇൻറ്റു ആവറേജ് വോൾട്ടേജ് ചാർജിങ് റെപ്രസെൻറ്റ് ചെയ്തു. WH എഫിഷ്യൻസി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡിസ്ചാർജിങ് ബൈ ചാർജിങ് ജനറലി എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച AH റേറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു ആവറേജ് വോൾട്ടേജ് ഡിസ്ചാർജിങ് ബൈ ആവറേജ് വോൾട്ടേജ് ചാർജിങ്. അപ്പോൾ ഇത് പ്രോബ്ലംസ് വരും നമുക്ക്. ഇപ്പോൾ ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊത്തം കഴിഞ്ഞിട്ട് ഇതിലെ പ്രോബ്ലംസ് ഒബ്ജക്റ്റീവായിട്ട് ചെയ്യാം. ഓക്കെ. സോ ലാസ്റ്റ് പാരാമീറ്ററാണ് സെലക്ഷൻ ഓഫ് ബാറ്ററി. സോ സെലക്ഷൻ ഓഫ് ബാറ്ററി നമ്മൾ എങ്ങനെയാണ് എന്ത് യൂണിറ്റിലാണ് പറയുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഇസ് ഗിവൺ ആസ് ബാറ്ററി ഇൻ കിലോവാട്ട് ഈക്വൽ ടു ലോഡ് KVA ഇൻറ്റു പവർ ഡിവൈഡർ ബൈ ഇൻവെർട്ടർ എഫിഷ്യൻസി. ലോഡ് KVA എന്നുള്ള പാരാമീറ്ററിൽ ലോഡും ഇൻറ്റു പവർ ഡിവൈഡർ ബൈ ഇൻവെർട്ടർ എഫിഷ്യൻസിയാണ് ബാറ്ററി KW എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ് ഒരു ബാറ്ററിയെ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോബ്ലം വരുമ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇത്രയും പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഫസ്റ്റ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി പഠിച്ചത് എന്താണ് ഓൺലൈൻ UPS, എന്താണ് ഓഫ്ലൈൻ UPS, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, ഓരോ മോഡലും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇൻവെർട്ടർ UPS തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഓൺലൈൻ UPS ഓഫ്ലൈൻ UPS കമ്പാരിസൺ നമുക്ക് എങ്ങനെ പറയാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സെലക്ഷൻ ഓഫ് ബാറ്ററി എങ്ങനെയാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് ജനറലി നമ്മൾ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക ഇൻവെർട്ടർ ആൻഡ് UPS. താങ്ക് യു.